2024 അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയതിനേക്കാൾ വലിയ സന്തോഷമാണ് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് ജ്ഞാനസ്നാനപ്പെടാനുള്ള തന്റെ മകന്റെ തീരുമാനം തനിക്ക് നൽകിയതെന്ന് ജെ.ഡി. വാൻസ്. നാഷണൽ കാത്തലിക് പ്രെയർ ബ്രേക്ക്ഫാസ്റ്റിൽ വച്ചായിരുന്നു വാൻസിന്റെ പരാമർശം. ഇത് ഒരു പിതാവെന്ന നിലയിൽ തനിക്ക് ലഭിച്ചിട്ടുള്ളതിൽ വച്ച് ഏറ്റവും അഭിമാനകരമായ നിമിഷമായിരുന്നു എന്നും വാൻസ് വിശേഷിപ്പിച്ചു. The thing that I was most excited about in November of 2024 is that the week after we won the election, my son chose to be baptized in the Christian faith. It was the proudest moment maybe that I've ever had as a father. 2024 നവംബറിൽ തന്നെ ഏറ്റവും ആവേശഭരിതനാക്കിയ കാര്യം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷമുള്ള ആഴ്ച തന്റെ മകൻ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കാൻ തീരുമാനിച്ചു എന്നതായിരുന്നു എന്ന വാൻസിന്റെ വാക്കുകളെ കരഘോഷത്തോടെയായിരുന്നു സദസ്സ് ഏറ്റെടുത്തത്. 2019 വാൻസ് കത്തോലിക്ക വിശ്വാസം പുൽകിയത്. വൈസ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം തന്റെ കത്തോലിക്ക വിശ്വാസം പൊതുസദസ്സുകളിൽ ധൈര്യസമേതം അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കുന്ന വാൻസിന്റെ പ്രഭാഷണങ്ങൾ ഈടുറ്റ ക്രൈസ്തവ സാക്ഷ്യമായി ലോകമെങ്ങുമുള്ള വിശ്വാസികളുടെ കയ്യടി നേടിക്കൊണ്ടിരിക്കുകയാണ്. യുകെയിലെ ഒരു ഗർഭഛിദ്ര ക്ലിനിക്കിന് പുറത്ത് നിശബ്ദമായി പ്രാർത്ഥിച്ച ഒരാളെ അറസ്റ്റ് ചെയ്ത നടപടിയെ കഴിഞ്ഞ മാസം ജർമ്മനിയിൽ യൂറോപ്യൻ നേതാക്കളെ സാക്ഷിയാക്കി വാൻസ് പരസ്യമായി അപലപിക്കുകയുണ്ടായി. മാത്രമല്ല, കഴിഞ്ഞ മാസം വാഷിംഗ്ടൺ ഡിസിയിൽ നടന്ന അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ ഉച്ചകോടിയിൽ മുഖ്യപ്രഭാഷണം നടത്തവെ നിരീശ്വരവാദത്തിനെതിരെയും വാൻസ് ആഞ്ഞടിച്ചിരുന്നു. ലോകമെമ്പാടും നിരീശ്വരവാദം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന NGOകൾക്ക് ലക്ഷക്കണക്കിന് ഡോളർ അയക്കുന്ന അവസ്ഥയിലേക്ക് അമേരിക്ക എങ്ങനെ എത്തി എന്നായിരുന്നു വാൻസ് തുറന്നടിച്ചത്. വൈസ് പ്രസിഡന്റായതിനു ശേഷം ആദ്യമായി നടത്തിയ അന്താരാഷ്ട്ര യാത്രയിൽ കുടുംബമായി ഫ്രാൻസിലെ നോത്രദാം കത്തീഡ്രൽ സന്ദർശിച്ച വാൻസിന്റെ ചിത്രങ്ങളും ആഗോള ശ്രദ്ധ നേടിയിരുന്നു. ഈ ലോകത്തിൽ നേടുന്ന എന്തിനേക്കാളും മരണശേഷം നിത്യതയിൽ ലഭിക്കുന്ന പ്രതിഫലമാണ് സർവ്വപ്രധാനം എന്ന് പ്രസ്താവിച്ചതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് വിജയത്തെക്കാളും തന്നിൽ സന്തോഷമുളവാക്കിയത് മകന്റെ ക്രൈസ്തവ വിശ്വാസത്തിലേക്കുള്ള യാത്രയാണെന്ന വാൻസിന്റെ പ്രഖ്യാപനം കർത്താവിന്റെ സർവാധികാരത്തിൻ കീഴിൽ നിത്യജീവൻ ലക്ഷ്യമാക്കി ഇഹലോക ജീവിതം അർത്ഥപൂർണമാക്കുന്ന ഒരു ഉത്തമ ലോകനേതാവിന്റെ ചങ്കൂറ്റത്തിന്റെ ദൃഷ്ടാന്തമാകുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.